അതൊരു ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ പോരാ, മഹോത്സവമാണ്. ഞാൻ സെവൻസിൽ കംപ്ലീറ്റ് ഹാപ്പിയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത് സെവൻസ് തന്നെയാണ്. എത്ര ചെറിയൊരു കളിസ്ഥലം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു പന്തുരുള്ളുന്നൊരു സ്വഭാവം മലപ്പുറത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടഫ്നെസ്സിൻ്റെ കാര്യത്തിൽ ഇടി കുത്ത് എല്ലാം നമ്മൾ സെവൻസിലൂടെ പഠിച്ചാണ്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു ആഫ്രിക്കൻ പ്ലെയർ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. റേഷൻ കടയിൽ വരെ അവൻ പോയിട്ടുണ്ട്. സെവൻസ് കുറച്ചൊക്കെ കളിച്ചില്ലെങ്കിൽ നമ്മൾ ലെവൻസിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ലെവൻസിൽ കളിക്കുമ്പോൾ ആ ഒരു പേടി മാറിക്കും. ഒരു ടീമിൽ 11 പേരുമായി ലോകം മുഴുവൻ ഒരുപോലെ കളിക്കുന്ന കളി ഫുട്ബോൾ. പക്ഷെ മലബാറിലത് വ്യത്യസ്തമാണ്. 11 പകരം 7 പേരാണ് ഇവിടെ കളിക്കുന്നത്. പക്ഷെ 11-നേക്കാൾ ഓളവും ആവേശവും ഈ 7-നുണ്ട്. മലബാറിൽ നടക്കാറുള്ള സമാന്തര ലോകകപ്പിലേക്ക്, സെവൻസ് ഫുട്ബോളിലേക്ക്. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും അധിനിവേശത്തിന്റെ ആയുധ ബലങ്ങൾ കൊണ്ട് കാപ്പാടും ബേപ്പൂരും നങ്കൂരമിട്ട പടക്കപ്പലുകളെ നടുക്കടലിൽ മൂക്കി താഴ്ത്തി വെള്ളക്കാരന്റെ ഇരട്ടക്കുടലിൽ കടിച്ചതുപ്പിയ വീരകുഞ്ഞാലിയുടെ വീരേതിഹാസങ്ങൾ നിറഞ്ഞ റോയൽ ട്രാവൽസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴിക്കോടും അസാസ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ഇതിഹാസ മണ്ണിൽ പോരാട്ടത്തിന്റെ പെരുമ്പറമെടുക്കി പടവെട്ടുകയാണ്. യുദ്ധസമാനമാണ് സാഹചര്യങ്ങൾ. പെരുമ്പറ കൊട്ടി കാഹളം മുഴക്കുന്ന വണ്ണം സെവൻസ് മത്സരത്തിന്റെ അറിയിപ്പ് വരുന്നു. വെല്ലുവിളികളിൽ കടിഞ്ഞാൾ പൊട്ടി അടവുകളും ചുവടുകളും മൈതാനത്ത് നൃത്തമാടുന്നവർ പോരാട്ടത്തിൽ ആ രാജാക്കന്മാർ കണ്ടുമുട്ടുമ്പോൾ അലങ്കരിച്ച ജീപ്പിൽ നാടൊട്ടുക്കും യുദ്ധസന്ദേശം കൈമാറും. 2 ദേശങ്ങളെ പ്രകീർത്തിച്ച് ആ നാട്ടുകാരുടെ ചോരത്തിളപ്പ് കൂട്ടും. ഫുട്ബോൾ പ്രേമികളെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. എത്ര ചെറിയൊരു കളിസ്ഥലം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ഒരു പന്തുരുള്ളുന്നൊരു സ്വഭാവം മലപ്പുറത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് തീർച്ചയായിട്ടും മലപ്പുറത്തിൻ്റെ ഒരു വൈകാരികത. കാരണം ഫുട്ബോളിനോട് അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു നാട് വേറെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും അത്ര ആവേശങ്ങളാണ് പിന്നീട് അത് 5 ഫുട്ബോളും 7 ഫുട്ബോളായിട്ട് സായാഹ്ന ഫുട്ബോളാകുന്നു, അതുപോലെ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോളുകളാകുന്നു. അതിനേക്കാളുപരി അഖിലേന്ത്യാ സെവൻസിൻ്റെ വലിയ ആവേശങ്ങളാകുന്നു. മലബാറിന്, വിശേഷിച്ച് മലപ്പുറത്തിന് സെവൻസ് എന്നാൽ ഗൃഹാതുരമാർന്നൊരു പോർക്കളമാണ്. അവിടെ പോകാതിരിക്കാനും പൊരുതാതിരിക്കാനും അവർക്കാവില്ല. കളിപ്പെരുമയ്ക്ക് വേണ്ടി പൊരുതിയ മുൻ തലമുറകളെ ഓർത്ത് അവരുടെ പിന്മുറക്കാർ ആ മാമാങ്കത്തട്ടിലെത്തി പൊരുതിക്കൊണ്ടേയിരിക്കും. പണ്ടങ്ങോ കത്തിച്ചുവെച്ച വാശിയുടെ വിളക്ക് ഇന്നും കത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടുകൂടിയാണ് പേരുകേട്ട നമ്മുടെ കളിക്കാരെല്ലാം ഒളിച്ചെത്തിയെങ്കിലും സെവൻസിൽ ബൂട്ട് കെട്ടുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ മികച്ച താരങ്ങളിൽ ഒരാളായ ഉസ്മാൻ ആഷിഖും ഇത്തരത്തിൽ സെവൻസിന്റെ ഭ്രമത്തിൽ വീണയാളാണ്. കൃത്യമായി നിഷ്കർഷിക്കുന്ന ഒരു തിയറി പാലിച്ചുകൊണ്ട് കളത്തിൽ ഇറങ്ങേണ്ടതില്ല എന്ന സ്വാതന്ത്ര്യം തന്നെ ഇതിന് പ്രധാന കാരണം. ഞാൻ സെവൻസിൽ കംപ്ലീറ്റ് ഹാപ്പിയാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കളിച്ചിരിക്കുന്നത് സെവൻസ് തന്നെയാണ്. ഞാൻ പ്രൊഫഷണൽ കളിക്കാതില്ല, പ്രൊഫഷണൽ കളിച്ചിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട്ടിൽ എനിക്ക് കളിക്കണം, എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് എത്തണം. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. ഞാൻ എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ കളിക്കണം. മറ്റേ പ്രൊഫഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അങ്ങനെ മോശമായിട്ട് ഞാൻ പറയല്ല, ഒരു കൂട്ടിലിട്ട മാതിരിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ സെവൻസിൽ ആഷിഖ് ഉസ്മാനാണ്. കാരണം അവനൊക്കെ നല്ല പ്ലെയറാണ്. അവൻ എന്തുകൊണ്ട് പ്രൊഫഷനിലേക്ക് പോയാലും എനിക്കറിയില്ല. പക്ഷെ എന്നാലും അവൻ സെവൻസിൽ നിന്നും കളി കാണുമ്പോൾ അവൻ്റെ ഒരുപാട് ഫ്രീ കിക്ക് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലെയറാണ്. ഞാൻ ആൾക്കാരോടുള്ള പെരുമാറ്റം ആവാം ഏറ്റവും കൂടുതൽ ഇന്ന് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. ഞാൻ കളിയിൽ ഫൗള് കളിക്കലില്ല. ഞാൻ ഫൗള് കളിക്കണ ആൾക്കാരോട് ഞാൻ പറയാം ഫൗള് കളിക്കണ്ട, മാക്സിമം അവരോട് പിടിച്ചു നിർത്താനാണ് പറയാം. ഒരു ഇഞ്ചുറി ആവുമ്പോൾ ആ പ്ലെയറിന് പറ്റുന്ന പല ബുദ്ധിമുട്ടുകളുണ്ട്. ഫാമിലി ആയിട്ടും അവരുടെ വീട്ടിലേക്ക് ചിലവിനും മറ്റു കാര്യങ്ങളും എനിക്ക് മനസ്സിലാവും. ഞാൻ കാരണം ഇഞ്ചുറി പറ്റിയ ഒരാളാണ്. നമുക്ക് നമ്മളൊരു രീതിയുണ്ട്. അതായത് എൻ്റെ ഭക്ഷണ രീതി, എൻ്റെ ഉറക്കത്തിൻ്റെ രീതി, അതെനിക്ക് സെവൻസിലേ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ യാത്രകൾ, ആ സുഖങ്ങളനുസരിച്ചിട്ടാണ് ഞാനെന്ത് പ്രൊഫഷനിൽ വിട്ടത്.
അല്ലാതൊക്കെ പ്രൊഫഷണൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. പ്രൊഫഷണൽ കളിച്ചാൽ ഇതിനാലും കാശ് കിട്ടുന്നുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് ആഷിക്കൂരി, ഞാൻ അനസ്, കുറേ ആൾക്കാരുണ്ട് എൻ്റെ കൂടെ കളിച്ച ആൾക്കാർ തന്നെ ഇവരൊക്കെ. പക്ഷെ എനിക്കെന്താണെന്ന് വെച്ചാൽ സെവൻസ് ആകുമ്പോൾ എനിക്ക് വേഗം വീട്ടിലോട്ടെത്താം. ഇവരൊക്കെ 4 മാസം 5 മാസം കഴിഞ്ഞാലാണ് വീട്ടിലോട്ട് തിരിച്ചെത്തുന്നത്. എനിക്ക് എന്നും വീട്ടിലോട്ട് തിരിച്ചെത്താം. 90കളുടെ മധ്യത്തിലാണ് വിദേശ താരങ്ങൾ സെവൻസിന്റെ ഭാഗമാകുന്നത്. പ്രധാനമായും ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് തന്നെ. നൈജീരിയ, ഘാന, സുഡാൻ, ലൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് താരങ്ങൾ സെവൻസിന്റെ ഗ്ലാമറും പണവും തേടിയെത്തിയത്. It's a great feeling playing in India. People are loving. I love the game so much with you guys. We just need to make it so interesting as we are trying to do it every day. എൻ്റെ വീട്ടിൽ തന്നെ ഒരു ആഫ്രിക്കൻ പ്ലെയർ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. ഉമ്മ മലയാളത്തിൽ പറയും, ഓനത് മലയാളത്തിൽ മനസ്സിലാവും. ഇപ്പോൾ റേഷൻ കടയിൽ വരെ അവൻ പോയിട്ടുണ്ട്. അതിന് ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ് നമ്മൾ, ക്ലബിൻ്റെ ഇൻവിറ്റേഷൻ. നമ്മൾ ക്ലബിൻ്റെ ലെറ്റർ പാഡ്, പിന്നെ എഗ്രിമെൻറ്റ് പേപ്പർ, ഈ കാര്യങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ചെയ്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ഒന്നെങ്കിൽ മെയിൽ അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ വാട്സപ്പ് അയച്ചു കൊടുക്കും. അപ്പോൾ അവരത് അവിടുന്ന് എടുത്തിട്ട് നേരെ എംബസി കൊണ്ടു കൊടുക്കും. നമ്മൾ എംബസിക്ക് അതുപോലെ ഒരു കോപ്പി എംബസിക്ക് മെയിൽ അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അവരെ CV നോക്കിയിട്ടാണ് നമ്മൾ അവർ സെലക്ട് ചെയ്യുക. അത് നല്ല CV ആയിരിക്കും ചില പ്ലേയേഴ്സ് നമുക്ക് കാണിച്ചു തരിക, നല്ല ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സുകളത്. പക്ഷെ വരുന്നത് ചിലപ്പോൾ വക്ക് പൊട്ടിയ കുറച്ച് പ്ലേയേഴ്സുകളായിരിക്കും. അത് മന്ത്ലി നമ്മൾ എഴുതുന്നത് 1 ലക്ഷം റുപ്യാണ് മന്ത്ലി എഴുതുന്നത്. അത് അവർ കളി അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ആ പൈസ കണക്കൂട്ടി കൊടുക്കുക. കളി ഉണ്ട്, ക്വാളിറ്റി ഉണ്ടെങ്കിൽ 1.5 മുകളിൽ പോകും. ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ 1.5 താഴത്ത് പോകും. My goal is to play professional. I won't lie you. I love playing 11s, but I'm also finding it very simple to play 7s. മൂന്നാം സുദിനത്തിലെ മത്സര പോരാട്ടത്തിൽ ഫിനിസ് വെട്ടത്തൂർ അൽ വസാൻ ഗ്രൂപ്പ് തൃത്താല KFC കാളികാവും യൂറോ സ്പോർട്സ് പടന്നിയും തമ്മിൽ ഈ സ്റ്റേഡിയത്തിൽ മത്സരിക്കുന്നു. ഇന്നത്തെ മത്സരത്തിന്റെ ടിക്കറ്റുകൾ നിങ്ങളുടെ കൗണ്ടറിൽ കൊടുക്കുന്നു. പുറത്തു നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് ടിക്കറ്റുകൾ കരസ്ഥമാക്കിക്കൊണ്ട് സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുക. ദേശക്കാരുടെ കളിക്ക് വാശി സ്വാഭാവികം. അടിയട എന്ന ഗാലറിയുടെ ആർപ്പ് ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കാൻ സ്ട്രൈക്കർക്കുള്ള നിർദ്ദേശം മാത്രമല്ല, അതിർത്തി വിട്ട് മുന്നേറിയവനെ വീഴ്ത്താൻ ഡിഫൻഡർക്ക് കൊടുക്കുന്ന ആക്രോശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഫുട്ബോൾ കളിച്ചവന് ലോകത്തെ ഏത് ഗാലറിക്ക് മുന്നിലും മുട്ടുവിറക്കില്ല. സാക്ഷ്യപ്പെടുത്തുന്നത് സെവൻസിലൂടെ കളി തുടങ്ങി ഇന്ത്യയുടെ ദേശീയ കുപ്പായമണിഞ്ഞ താരങ്ങൾ തന്നെയാണ്. ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു സെവൻസ് കളിച്ചുകൊണ്ട്. കാരണം ടഫ്നെസ്സിൻ്റെ കാര്യത്തിൽ ഇടി കുത്ത് എല്ലാം നമ്മൾ സെവൻസിലൂടെ പഠിച്ചാണ്. അപ്പോൾ എവിടെ പോയാലും നമുക്ക് ആ ഒരു കാര്യം ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് സെവൻസ് കൊണ്ട്. അപ്പോൾ മലപ്പുറത്ത് ഒരു സെവൻസ് കളിച്ച വ്യക്തിക്ക് കൽക്കട്ടയിൽ പോയിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. കാരണം കൽക്കട്ടയിലെ സോൾട്ട് സ്റ്റേഡിയത്തിൽ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഗാലറിയൊക്കെ ആണെങ്കിലും മലപ്പുറത്തെ സെവൻസ് ഗ്രൗണ്ട് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആരവങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ മലപ്പുറത്ത് മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലൊക്കെ സെവൻസ് നടക്കുന്നുണ്ട്. എന്തായാലും ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയത് മലപ്പുറത്ത് ജിംഖാനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സിനോട് കളിക്കാൻ പറ്റി. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രൊഫഷണലായിട്ട് കളിച്ചത്. സെവൻസിൽ ഏറ്റവും കൂടുതൽ ഫൗൾ ഉണ്ടെങ്കിലാണ് ഇത് വിജയിക്കുള്ളൂ. അതായത് ബാക്ക് ലൈന് ഏറ്റവും കൂടുതൽ ഫൗൾ കളിച്ചാലാണ് ഇത് വിജയിക്കുള്ളൂ. പക്ഷേ ഞാൻ അതിൽ അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ്. കാരണം പിടിച്ചു വലിക്കാം, ഒരു ഹാർഡായിട്ടൊരു ഫൗൾ കളിച്ച് കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 4 മാസം 5 മാസമൊക്കെ പോയാൽ പിന്നെ അവൻ്റെ വീട്ടിലത്തെ അവസ്ഥ വളരെ മോശമാവും. നമ്മൾ 11s കളിക്കുന്നതിന് മുമ്പിൽ സെവൻസ് കുറച്ചൊക്കെ കളിച്ചില്ലെങ്കിൽ നമ്മൾ 11സിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് 11സിൽ കളിക്കുമ്പോൾ ആ ഒരു പേടി മാറി കിട്ടും. ചില നമ്മൾ സെവൻസ് ഭയങ്കര ടഫാണ്, റഫാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ കളിച്ചില്ലെങ്കിൽ നമുക്ക് ഇഞ്ചുറി പറ്റാൻ ചാൻസസ് കൂടുതലാണ്. ചില നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല കാർഡോ ഇല്ലെങ്കിൽ റെഡ് കാർഡ് കൊടുത്ത് പുറത്താക്കുമൊന്നുമില്ല. ഇത് ത്രൂഔട്ട് നമ്മൾ 60 മിനിറ്റ് ചിലപ്പോൾ 60 മിനിറ്റ് നമ്മൾ റഫ് തന്നെയായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഈ സെവൻസ് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ 11s കളിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിൽ വരും. കൃത്യമായ നിയമവും ചട്ടക്കൂടുമുള്ള 11s ഫുട്ബോളിന്റെ സൗന്ദര്യത്തെയും ആവേശത്തെയും തിയറിയെയും അച്ചടക്കത്തെയും ഒക്കെ സെവൻസിലേക്ക് രസകരമായി ബ്ലെൻഡ് ചെയ്യുക മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ. മ്യൂസീഷ്യൻ ഷഹബാസമന്റെ രീതിയിൽ പറഞ്ഞാൽ, മലപ്പുറത്തെ ഫുട്ബോൾ കാണികളെ ജർമ്മനിയിൽ കൊണ്ടിട്ടാൽ അവരുടെ ഫുട്ബോൾ ഡെൻസിറ്റിയും തിയറിയും തകർന്ന് അവതാളത്തിലാണ്.
ഫുട്ബോൾ എന്ന് പറയുന്നത് തന്നെ എണ്ണം കൊണ്ട് വിഭജിക്കപ്പെടേണ്ട ഒരു ഗെയിമല്ല. ഒരു കുട്ടി പന്ത് തട്ടി കളിക്കുന്നത് പോലും എത്ര മനോഹരമാണ്. അതുകൊണ്ട് ഫുട്ബോൾ മനോഹരമായ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു ഗെയിമാണ്. സെവൻസ് ഇവിടെ വേരോടി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സെവൻസ് പെട്ടെന്നുള്ള മൂവുകളും പെട്ടെന്നുള്ള ഗോളുകളും പ്രദേശത്തിൻ്റെ ഒരു പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് നടത്താൻ പറ്റുന്ന ഒരു കളിയും എന്നുള്ള നിലയ്ക്ക് സെവൻസ് ഇവിടെ തഴച്ചു വളരുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 11സിനേക്കാൾ പെട്ടെന്ന് സംഘടിപ്പിക്കുവാനും സംഘാടകർക്ക് അത് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഏറ്റവും സൗകര്യപ്രദമായത് സെവൻസാണ്. ആ സെവൻസിലേക്ക് പല ക്ലബ്ബുകളും കയറി വരികയും പല ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരങ്ങളായി മാറുകയും ചെയ്തപ്പോൾ സെവൻസ് പുഷ്ടി പ്രാപിച്ച് മുന്നോട്ട് പോയി. അതേസമയം സ്വന്തമായി കളിശൈലി ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ ആദ്യമായി വീഡിയോ അസിസ്റ്റന്റ് റഫറി എന്ന വാർ സിസ്റ്റം കൊണ്ടുവന്നത് ഇന്നാട്ടിലെ സെവൻസിലാണെന്നത് ഇതിലേറെ കൗതുകവുമാണ്. അപ്പോൾ ഫുട്ബോൾ അത്രയും പോപ്പുലറായിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് വാർ സിസ്റ്റം നമുക്ക് വന്നുകൂടാ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതുമായി മുന്നോട്ട് പോയത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇപ്പം ആദ്യത്തെ ന്യൂസൊക്കെ തൃക്കരിപ്പൂരിനെ ബേസ് വെച്ച് പോയി. അത് പിന്നെ നമ്മളെ ഡിസ്ട്രിക്റ്റായ കാസർഗോഡ്, പിന്നെ കേരള എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ISL അല്ലെങ്കിൽ നമ്മളെ സെക്കൻഡ് ഡിവിഷനോ ഐ ലീഗിലോ ഇത് വാർ സിസ്റ്റം അല്ലെങ്കിൽ നാഷണൽ ടീമിൻ്റെ കളി പോലും നമുക്ക് വാർ സിസ്റ്റത്തിൽ വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു തുടക്കമായിരിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ സെവൻസിലൂടെ എൻ്റെ നാട്ടിൽ തന്നെ കാസർഗോഡ് ഡിസ്ട്രിക്ട് തൃക്കരിപ്പൂരിൽ തന്നെ നമ്മൾ തുടക്കം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി വരുന്ന ISL ആയാലും ഐ ലീഗിലായാലും എനിക്ക് തോന്നുന്നു നല്ല ഇത് കണ്ടിട്ടെങ്കിലും ചിലപ്പം വാർ സിസ്റ്റം കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. സെവൻസ് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഉത്സവമാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ പോരാ, മഹോത്സവമാണ്. വേദനസംഹാരിയുടെ സഹായമില്ലാതെ ഫുട്ബോൾ മത്സരം കാണിച്ചു കൊടുത്ത് ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറുടെ കഥ പ്രശസ്തമാണ്. എന്നാൽ ഈ നാട്ടിലേക്ക് വന്നാൽ അതിൻ്റെ പല എക്സ്ട്രീം വേർഷൻസും കാണാനാകും. ഈ വികാരം മൊത്തം ഇപ്പോൾ കാണുന്നത്. കാരണം ഇപ്പോൾ ഞാൻ കളിക്കാൻ ഒരു 16 കൊല്ലമായി. ഈ 16 കൊല്ലത്തെ അനുഭവസമ്പത്ത് എന്ന് പറഞ്ഞാൽ പ്രോസങ്ങൾ ഒരുപാട് കളിച്ചു. ഒരു 5-6 കൊല്ലം പ്രോസം കളിച്ചാണ്. പ്രോസം കളിച്ചതിന് ശേഷം ഈ സെവൻസ് വിട്ട് പോകാൻ തോന്നല്ല. ഇപ്പോൾ ഉസ്മാൻ ആഷിക്ക്, ഞാൻ ഒരുപാട് പ്ലേയേഴ്സ് സെവൻസിലൂടെ മാത്രം ഉപജീവന മാർഗം. അതായത് ഇപ്പോൾ ഡെയിലി വേതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂലിപ്പണിക്കാരൻ പണിയെടുത്ത് കിട്ടുന്നത് കൂടുതലാണ് നമുക്കൊരു ദിവസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ. ഒരു സീസൺ കളിച്ചാൽ ചുരുങ്ങിയത് 10-12 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ആണ്. പിന്നെ വേറെ പണിക്കൊന്നും പോകണ്ട. ആ ഒരു വികാരം, കളിക്കാനുള്ള വികാരം, ആ ഇൻസ്പിറേഷനും ഡെയിലി നിൽക്കുന്ന ജനങ്ങൾ മൊത്തം ആ തരുന്നൊരു ഫീലിങ്സ് ആണ്. പിന്നെന്താ, സെവൻസ് എൻ്റെ ചോറും എൻ്റെ മണ്ണും സെവൻസ് തന്നെയാണ്. കവാത്തുപറമ്പെന്ന ഇന്നത്തെ കോട്ടപ്പടി മൈതാനത്ത് സായിപ്പന്മാരായ പട്ടാളക്കാരോട് ബൂട്ടില്ലാതെ കളിച്ചു ജയിച്ച നാട്ടുകാരുണ്ട് ഇവിടെ. യുദ്ധവും തർക്കവും ഇവിടെ പലത് ജയിച്ച സായിപ്പന്മാർ തോറ്റത് ഇവിടുത്തെ പന്ത് കളിക്കാരോടും കാണികളോടും മാത്രമാണ്. പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റിഫ്രഷ്മെൻറ്റ് ടൈമാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കളികൾ പല അഭ്യൂഹങ്ങളും ഇതിനെക്കുറിച്ചുണ്ട്. പക്ഷേ നമുക്കെപ്പോഴും ഫേവറേറ്റ് ഇതാണ് നമ്മളെ മലപ്പുറംകാരുടെ വേൾഡ് കപ്പാണ്. ഒരുതരം വികാരമാണ്. ഇപ്പോൾ ഓരോ ടീം, ഇപ്പോൾ ഇവിടെ ഫിഫ മഞ്ചേരി, ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട്, FC വരുന്ന അൽമദീന ചെറുപ്പളശ്ശേരി, സബാം കോട്ടക്കൽ, അങ്ങനെ ഓരോ ടീമിനോടും ഓരോരുത്തർക്കും ഒരു വൈകാരിക ബന്ധമുണ്ട്. സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കളിക്കാരും കാണികളും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. നമുക്കറിയാത്ര തൊട്ടടുത്തിരുന്ന് നമുക്ക് മത്സരം കാണാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ കളിക്കളത്തിൽ നല്ല നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ മനസ്സറിഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാനും ഗോളടിക്കുകയാണെങ്കിൽ അവരെ ഒന്ന് ചെന്ന് കെട്ടിപ്പിടിക്കണം തോന്നുകയാണെങ്കിൽ അതിന് പറ്റും. അതുപോലെ തന്നെ അവർ കളിയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോടൊന്ന് ദേഷ്യപ്പെടാനൊക്കെ പറ്റുന്ന ഒരു, എനിക്കറിയാം നമ്മളിപ്പം കോഴിക്കോട് സ്റ്റേഡിയത്തിലാണെങ്കിലും കലൂർ സ്റ്റേഡിയത്തിലൊക്കെ പോയി കളി കാണാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഗാലറിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഇത്ര ഈ കളിക്കാരോട്ട് ഒരുപാട് അകലത്ത് നിന്നിട്ടാണ് നമ്മൾ കളി കാണാം. സെവൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഈ ടച്ച് ലൈനിൻ്റെ തൊട്ടടുത്തൊക്കെ ഇരുന്നിട്ട് നമുക്ക് കളി കാണാൻ പറ്റുന്നുള്ളത് തന്നെയാണ് സെവൻസിൻ്റെ ഒരു കാണി എന്ന നിലയിൽ, ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് എടുത്ത് നിൽക്കുന്ന ഒരു കളിയാണിത്. ഇപ്പോൾ ഈ 11s ആകുമ്പോൾ ഒരുപാട് ദൂരമാവും ആളുകൾ. സെവൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ, അതായത് നമ്മളെ കൂടെ കളിക്കുന്ന മാതിരിയാണ്
നമുക്ക് ഫീൽ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആളുകളോട് നല്ല രീതിയിൽ ഞാൻ പെരുമാറുള്ളൂ. അപ്പോൾ ഗ്രൗണ്ടിലാണെച്ചാലും ഞാൻ പുറത്താണെച്ചാലും അങ്ങനെ തന്നെ. എന്നെ തെറി വിളിക്കുന്നത് എനിക്ക് നല്ലതാണ്. കാരണം എനിക്ക് പിറ്റൂസ എൻ്റെ കളീനെ കുറിച്ചിട്ട് എനിക്ക് തന്നെ വിലയിരുത്താൻ കഴിയും. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കണം ഒരുപാട് ആൾക്കാർ തെറി വിളിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കളി മോശമായതുകൊണ്ടാണ്. അപ്പോൾ നാളെ ഞാൻ എന്ത് ചെയ്യും, അതെന്താണ് റിക്കവർ ചെയ്യാൻ പറ്റുകയെന്ന് ഞാൻ നോക്കുള്ളൂ. എല്ലാ ടീമിനും സ്പോൺസേഴ്സ്, ഓരോ നാട്ടിലെ ചെറിയ ചെറിയ ആൾക്കാർ പൈസ പിരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്പോൺസേഴ്സ്, അവിടെ സംബന്ധിച്ച് ജയം നിർവാരിയാണ്. 2 ടീം എന്തായാലും ജയിക്കില്ല, ഒരു ടീമേ ജയിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലാകുമ്പോൾ അവിടെ പോകുമ്പോഴൊക്കെ നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും അതൊക്കെ ഒരു ഇതൊക്കെ തരണം ചെയ്ത് ഇപ്പോൾ അസോസിയേഷൻ നല്ല നല്ല നിയമങ്ങൾ കൊണ്ടുവന്നു. അത് നമ്മൾ പോലത്തെ റഫറീസ് നല്ല ഉപകാരമാണ്. ഫുട്ബോൾ സെവൻസ് ആൺകളിയാണെങ്കിലും മക്കളെ പോറ്റി വളർത്തി ജയിച്ചുവാ എന്ന് ആശംസിച്ച് കളിക്കളത്തിലേക്ക് സധൈര്യം പറഞ്ഞയക്കുന്ന പെണ്ണുങ്ങളുണ്ട് ഇവിടെ. തോറ്റു വന്നാലും സാരമില്ല, അടുത്തതിൽ നോക്കാമെന്ന് പറഞ്ഞ് ജേഴ്സി വാങ്ങി അലക്കിയിടുന്ന അമ്മമാരുടെ നാട്. കളി കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ ജേഴ്സി കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അലക്കി തരുന്നതും പരിപാലിക്കുന്നതൊക്കെ നമ്മളെ ഉമ്മമാരും നമ്മളെ കുട്ടികളൊക്കെ തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം, ഞാൻ ഒരു 10-16 വർഷത്തോളമായിട്ട് എൻ്റെ ഉമ്മ തന്നെയാണ് എനിക്ക് എൻ്റെ എല്ലാ ജേഴ്സിയും കാര്യങ്ങളൊക്കെ സോക്സും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് അലക്കി തരണേ. അതൊന്നും ചെയ്യൂല, അവിടെ നിരത്തിയിട്ടാണ് പോകുന്നിട്ട് പിന്നെ ഞാൻ തന്നെ തിരുമ്പൽ ഇതൊക്കെ. ബ്രിട്ടീഷുകാരൻ കവാത്തുപറമ്പിന്റെ ഓരത്ത് പണ്ടെന്നോ മറന്നു വെച്ചു പോയ ഫുട്ബോളിനെ തട്ടിക്കളിച്ച് കളിപിടിച്ച് അധിനിവേശ ശക്തികളെ പന്തയം വെച്ച് വെല്ലുവിളിച്ച് വെള്ളക്കാരന്റെ ഗോൾ വടിയിൽ വെള്ളിട്ട് പൊട്ടിച്ച് ധീരദേശാഭിമാനികളുടെ ചരിത്രം പിറന്ന മണ്ണിൽ നിന്ന് ഒരു പറ്റം ആളുകളുടെ ഒരു ഉപജീവന മാർഗം കൂടാണ് കളിക്കാരടക്കമുള്ള അസിസ്റ്റന്റ് മാനേജർമാർ. അതുപോലെ തന്നെ ഇപ്പം ടിക്കറ്റ് മുറിക്കുന്ന ആളുകൾ മുതൽ പോപ്കോൺ വിൽക്കുന്ന ആളുകൾ വരെ, അനൗൺസർ വരെ, അതൊക്കെ വലിയ രീതിയിൽ ഫ്ലെക്സ് അടിക്കുന്ന ആളുകൾ, പോസ്റ്റർ ഒട്ടിക്കുന്ന ആളുകൾ. അതൊരു മലബാർ സെവൻസ് എന്ന് പറഞ്ഞത് ഒരൊറ്റ സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും അതിൻ്റെ ലാഭവിഹിതങ്ങൾ അല്ലെങ്കിൽ അതൊരു ഉപജീവന മാർഗമായിട്ട് അനേകായിരം ആളുകൾ ഒരൊറ്റ ടൂർണമെൻറ്റിൽ തന്നെ 100 കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗമാണ്. കളിക്കമ്പത്തിന്റെ എല്ലാ അറ്റങ്ങളും കൂട്ടിമുട്ടിച്ച സുഡാനി ഫ്രം നൈജീരിയ സിനിമയിലെ പാട്ടുപോലെ തന്നെയാണ് ഇവിടുത്തെ പന്തുകളിയും. പന്തുകൊണ്ടൊരു നേർച്ച, ഫലമെന്തുകൊണ്ടും തീർച്ച. ഇവിടെ പന്തുകൊണ്ട് പ്രാർത്ഥനയുണ്ട്. പന്തുകളി പലപ്പോഴും രോഗശാന്തിക്കുള്ള മരുന്നുകൂടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാനുണ്ടായ കാരണം, ഞങ്ങൾ ഈ ചുറ്റുപാടത്തായിട്ട് ഒരുപാട് നിർധനരായ രോഗികളുണ്ട്. ആ രോഗികളെ ചികിത്സിക്കുക, അതിനെന്തെങ്കിലും സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. ഇത് 8ാമത്തെ ടൂർണമെൻറ്റാണ്. ഇതുവരെ 7 ടൂർണമെൻറ്റ് വെച്ചിട്ടും അതിൽ നിന്ന് കിട്ടിയ ലാഭവിഹിതം അത് ഞങ്ങൾ ഇതുപോലുള്ള നിർധനരായ അത് പ്രാധാന്യം ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് തന്നെയാണ്. ഈ ടൂർണമെൻറ്റുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ലാഭവിഹിതം പെരിന്തൽമണ്ണയിലെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് പരിപൂർണമായിട്ട് ഉപയോഗിക്കുന്നത്. 1 രൂപ പോലും ക്ലബിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും നമ്മൾ ഈ കാരുണ്യ ചികിത്സക്ക് ഫണ്ട് ചെലവഴിക്കുന്നു, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കല്യാണത്തിന് ചെലവഴിക്കുന്നു. കോവിഡിന് ശേഷം ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ 42 കിഡ്നി രോഗികൾ, ആ കിഡ്നി രോഗികൾ മാസാന്തരം 1000 രൂപ കൊടുക്കുന്ന ഒരു പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ അപൂർവം ക്ലബ്ബുകളിൽ ഒന്നാണ് പെരിന്തൽമണ്ണ ഖാദർലി ക്ലബ്ബ്. നമുക്കറിയാം, ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ അതിൻ്റെ ഹാഫ് ടൈമിൽ ഏകദേശം എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും ഒരു ബക്കറ്റ് കളക്ഷൻ നടക്കാറുണ്ട്. അത് ചിലപ്പോൾ കിഡ്നി രോഗികൾക്കാവാം, SMA രോഗം ബാധിച്ച ആളുകൾക്കാവാം, അതുപോലെ ഡയാലിസിസ് സെൻ്ററുകൾക്കാവാം, ഇങ്ങനെ പല കാര്യങ്ങൾക്കാവാം. ഈ കളി അവസാനിക്കുന്നതിന് മുമ്പ് സംഘാടകർ അത് കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ സംഖ്യ നമ്മോട് അനൗൺസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ നമ്മൾ മൈക്കെടുക്കും.
മൈക്കെടുത്തിട്ട് നമ്മൾ പറയും. അല്പസമയം മുമ്പ് ഒരു സഹോദരന് വേണ്ടിയിട്ട് നമ്മൾ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നല്ലവരായ ഫുട്ബോൾ പ്രേമികൾ സംഭാവനയായിട്ട് നൽകിയ സംഖ്യ എന്ന് പറയാൻ നിൽക്കുന്ന സമയം ഗാലറി ഒന്നടങ്കം നിശബ്ദമായിരിക്കും. ആ സമയത്ത് ഗോളുകൾ പിറന്നാലും എന്ത് തന്നെ സംഭവിച്ചാലും നിശബ്ദമായിരിക്കും. ആ സമയത്ത് നമ്മൾ ആ സംഖ്യ നമ്മൾ ആ സമയത്ത് പറയും. ഇപ്പോൾ 27,450 രൂപ അല്ലെങ്കിൽ 30,500 രൂപ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് ഗാലറി ഒരു നിറഞ്ഞൊരു കയ്യടി വരാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ നമ്മളതിന് ഭാഗമായല്ലോ എന്നുള്ളത്.